പരാജയത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ സ്ഥിരീകരണമൊന്നുമില്ല. NCPയുടെ 2 അംഗങ്ങളും ശങ്കർ സിംഗ് ബഗേലെ തന്നെയും വോട്ട് BJPക്കാണ് ചെയ്യുക എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് 44 MLA-മാരടക്കമുള്ള ആളുകൾ അവിടെ വോട്ട് ചെയ്യാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് വലിയ അനിശ്ചിതാവസ്ഥയിലാണ് കോൺഗ്രസ് അവിടെ നിൽക്കുന്നത്, വലിയ ആശങ്കയിലാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ PC വിശ്വനാഥ് ടെലിഫോൺ ലൈനോട്. ശ്രീ PC വിശ്വനാഥ്, അഹമ്മദ് പട്ടേലിൻ്റെ വിജയം ഉണ്ടാവുകയില്ല എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെ ആശങ്കപ്പെടേണ്ടതുണ്ടോ? അഹമ്മദ് പട്ടേൽ വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അഹമ്മദ് പട്ടേലിന് വിജയിക്കുവാനുള്ള സാമാജികർ ഞങ്ങൾക്കൊപ്പമുണ്ട്. BJP പക്ഷേ എല്ലാ വിധേനയും പല രൂപത്തിൽ ഇപ്പോ BJPക്ക് ജയിക്കാൻ ഉള്ള വോട്ടില്ലാത്തൊരു സ്ഥലമാണ്. 33 സാമാജികരാണ് അധികമായി BJPക്ക് ഉള്ളത്. അത് വെച്ച് ജയിക്കാൻ കഴിയില്ല. എന്നാൽ കോൺഗ്രസിന് ജയിക്കാനുള്ള സാമാജികർ ഉണ്ട് അവിടെ. പക്ഷെ ആ സാമാജികരെ പല രൂപത്തിൽ പ്രഷറൈസ് ചെയ്തൊക്കെ കോൺഗ്രസിന്റെ വിജയം തടസ്സപ്പെടുത്താനുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത്. ജനാധിപത്യത്തിൽ ഒരു പുതിയ കീഴ്വഴക്കം ഉണ്ടാക്കുകയാണ് BJPക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിലും കുതിരക്കച്ചവടത്തിൽ കൂടിയോ അല്ലെങ്കിൽ അധികാരത്തിന്റെ സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ഒക്കെ ഭൂരിപക്ഷം ഉള്ള കക്ഷികളെയും പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു. മുമ്പ് ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല, ഒരു കാലത്തും ചെയ്തിട്ടില്ല. അപ്പൊ അത് ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണിത്. അവർക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിലും അവര് ജയിക്കാൻ നോക്കുക, ഭൂരിപക്ഷമുള്ളവരെ ജയിപ്പിക്കാതിരിക്കാൻ നോക്കുക. ശ്രീ PC വിശ്വനാഥ്, ഇതേ കാര്യങ്ങൾ നേരത്തെ BJP നേതാവ് ശ്രീമതി ശോഭാ സുരേന്ദ്രനുമായി സംസാരിച്ചിരുന്നു. അവരിപ്പോഴും ടെലിഫോൺ ലൈനിലുണ്ട്. നമുക്ക് കോൺഗ്രസിന് 44 MLA-മാർ വേണം. 44 MLA-മാരാണ് ഇപ്പോൾ ആകെയുള്ളത്. 45 അംഗങ്ങളെങ്കിലും വേണം. ഈ പറയുന്ന NCPയുടെ വോട്ട് ഇന്നലെ വരെ ഉറപ്പായിരുന്നു, പക്ഷെ അവരത് ചെയ്യില്ല രണ്ടുപേരും എന്നാണ് അറിയുന്നത്. ശങ്കർ സിംഗ് ബഗേല അഹമ്മദ് ഭായി എൻ്റെ സുഹൃത്താണ്, പക്ഷെ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുമെന്ന് പറഞ്ഞയാൾ എന്തിനാണ് തോൽക്കുന്നയാൾക്ക് വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ പരസ്യമായി തന്നെ നിലപാട് മാറ്റിയിട്ടുണ്ട്. താങ്കൾ പറയുന്ന പോലെ അത്രയ്ക്ക് എളുപ്പമല്ല വിജയം എന്ന കാര്യത്തിൽ അവിടെ ആശങ്ക എന്തായാലും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരു രാഷ്ട്രീയമായിട്ട് അഭിഹിതമായിട്ടുള്ള ശ്രമമല്ലേ, തെറ്റായ കീഴ്വഴക്കമല്ലേ എന്ന ചോദ്യത്തിന് BJP അങ്ങനെ കാണുന്നേയില്ല. അവർ പറയുന്നത് കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റാത്തൊരു പാർട്ടിയായിട്ട് അതിനകത്തുള്ള ആളുകൾ തന്നെ, അതിൻ്റെ സാമാജികർ തന്നെയും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് പൊളിഞ്ഞുപോയ പാർട്ടിയുടെ നേതാക്കളായതുകൊണ്ട് അവർ ഇങ്ങോട്ട് വരുന്നതിനെ ഞങ്ങളെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നാണ് അല്പം മുമ്പ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ജനാധിപത്യത്തില് കോൺഗ്രസ് ഒരുപാട് വെല്ലുവിളികളും പരാജയങ്ങളും ഒക്കെ കണ്ട പാർട്ടിയല്ലേ. ഇപ്പൊ BJPക്ക് ഇപ്പോ മുമ്പ് വാജ്പേയി അധികാരത്തിൽ വന്നു, അതിനുശേഷം ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് വന്നു. അപ്പോഴേക്കും അവരുടെ എല്ലാം ഒരു ഭാവവും ശരീരഭാഷയും രാഷ്ട്രീയ സമീപനവും എല്ലാം കീഴടക്കി കഴിഞ്ഞു. കോൺഗ്രസ് മുക്ത ഭാരതമല്ലേ അവരുടെ മുദ്രാവാക്യം. കോൺഗ്രസിന് ഇതിനേക്കാൾ ഭൂരിപക്ഷം ലോകസഭയിലും രാജ്യസഭയിലും സംസ്ഥാനങ്ങളിലും ഉണ്ടായ കാലത്ത് BJP മുക്ത ഭാരതമെന്നോ CPM മുക്ത ഭാരതമെന്നോ ജനതാദൾ മുക്ത ഭാരതം എന്നൊന്നും കോൺഗ്രസ് പറഞ്ഞില്ലല്ലോ. ഈ മുക്ത ഭാരതം എന്ന് പറയുന്നത് തന്നെ ഒരു ജനാധിപത്യ വിരുദ്ധമായ മുദ്രാവാക്യമാണ്. അപ്പൊ കോൺഗ്രസ് ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസ് അവസാനിച്ചു എന്ന് പറഞ്ഞവരല്ലേ. കോൺഗ്രസിന്റെ ഇത് അധികാരം പോയിട്ടുണ്ട്, കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോ BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രലോഭനങ്ങളിൽ വശപ്പെട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഭീഷണികളെ അതിജീവിക്കാനുള്ള മാനസികമായ കരുത്തില്ലാത്തതിന്റെ പേരിലോ ആരെങ്കിലും കോൺഗ്രസിന് പോവുകയാണെങ്കിൽ ഞങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ല അതിനെ. അങ്ങനെ പോണവരെല്ലാം പോയിട്ട് ആത്മാഭിമാനം ഉള്ളവരുടെ ഒരു കോൺഗ്രസ് ഈ രാജ്യത്തുണ്ടാകും. അങ്ങനെ ഒരു കോൺഗ്രസ് ഈ രാജ്യത്ത് ഉണ്ടാകണമെന്ന് രാജ്യത്ത് ഇത്തരം വർഗീയതയുടെ അപകടത്തെ വളരെ ഭയത്തോടു കൂടി നോക്കിക്കാണുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം അത് ആഗ്രഹിക്കുന്നവരാണ്. ദളിതര്, മതന്യൂനപക്ഷങ്ങള്, ഈ രാജ്യത്തെ അസംഘടിതരായിട്ടുള്ള ആളുകള്, അവർക്കെല്ലാം കോൺഗ്രസ് ഉണ്ടാവണം. അപ്പോ അതിനൊരു കോൺഗ്രസ് ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് അതാണ് ഞാൻ ഒരു നിമിഷം തുടരണമെന്നാണ് അപേക്ഷ. ശ്രീമതി ശോഭാ സുരേന്ദ്രനും ശ്രീ KN ബാലഗോപാലും ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ജനാധിപത്യ വിരുദ്ധമാണ് ഇത് എന്ന് അപ്പുറത്തു നിന്ന് ആളുകൾ പറയുന്നത് അവർക്കും ഉണ്ടായിരുന്നു ഒരു കാലം, പ്രതാപകാലം, അധികാരമുണ്ടായിരുന്ന കാലം. അന്ന് ജനാധിപത്യത്തെ ബാക്കി വെച്ചതുകൊണ്ടാണ് പിന്നീട് ഇത്തരത്തിൽ കാര്യങ്ങൾ തിരിഞ്ഞ് BJPയുടെ ഒരു രാഷ്ട്രീയ അധികാരം രാജ്യത്തിലെത്താനുള്ള സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ച് നഗ്നമായിട്ട് അധാർമികമായി പ്രവർത്തിക്കുന്നതാണ് അവരുടെ പരാതി. പക്ഷേ അതൊക്കെ കഴിഞ്ഞാലും കാര്യങ്ങൾ തിരിച്ചു വരും എന്ന ശുഭാപ്തി വിശ്വാസവും അവർക്കുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ശുഭാപ്തി വിശ്വാസം നല്ലതാണ്. സ്വപ്നം കാണാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ 44 പേരിൽ നിന്ന് വേണമല്ലോ ഇനി രാജ്യത്ത് ഒരു പ്രതിപക്ഷമെങ്കിലുമായി ഉയരാൻ. പ്രതിപക്ഷത്തിന്റെ കസേര കിട്ടാനുള്ള അംഗബലം പോലും ഇന്ന്
ഇന്ത്യയിലില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എനിക്കതിന് മുൻപ് ഒരു കാര്യം പറയാനുണ്ട്. ഞാനൊക്കെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 8 വർഷങ്ങളായി. അന്ന് കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ പ്രേമചന്ദ്രൻ സാറിനെ കണ്ടത് വേറൊരു മുന്നണിയുടെ കൂടെയാണ്. പ്രേമചന്ദ്രൻ സാർ നല്ല കഴിവുള്ള ആളാണ്, നന്നായി സംസാരിക്കാൻ സാധിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക്, ഇതൊക്കെ ഇത്ര വലിയ തെറ്റാ. എന്നാ പിന്നെ പ്രേമചന്ദ്രൻ സാറ് ആ മുന്നണിയിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ, എന്തിനാ വേറൊരു മുന്നണിയിലേക്ക് മാറിപ്പോയത്? അപ്പോ വിഷയം അവിടെയല്ല. സ്വന്തം കാര്യം മറച്ചുവെക്കുകയും സ്വന്തം പാർട്ടിയുടെ കാര്യം മറച്ചുവെക്കുകയും BJP മുന്നോട്ട് പോകുന്നതിൽ അസഹിഷ്ണുതയോടുകൂടി സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന കുറെ ആളുകൾ കേരളത്തിനകത്തുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, സ്വന്തം പാർട്ടിയിൽ അണികൾ നിൽക്കണം. ആരുടെ? കോൺഗ്രസ് പാർട്ടിയിൽ, മാർക്സിസ്റ്റ് പാർട്ടിയിൽ അണികൾ നിൽക്കണമെങ്കിൽ അതിനനുസൃതമായി ആ പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള ജനങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. അപ്പോ രാജ്യം 18 സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസിനെ തൂത്തെറിഞ്ഞത് കോൺഗ്രസ് വേണ്ട എന്ന തീരുമാനമെടുത്തിട്ടില്ലേ? അവിടെ വോട്ട് ചെയ്തത് ജാതിക്കും മതത്തിനും എല്ലാത്തിനും അതീതമായ ജനതയല്ലേ? ആ ജനതയെ ചോദ്യം ചെയ്യുന്ന സമീപനമാണ് മിസ്റ്റർ വിശ്വനാഥ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ജനാധിപത്യത്തെ അംഗീകരിക്കണം. അതാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ശ്രീ KN ബാലഗോപാൽ, ഇത് അവർ പറഞ്ഞതിൽ വലിയൊരളവോളം ശരിയുണ്ട്.